ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു വൺ ഡേ ട്രിപ്പ് പോവാണ്. ഞാൻ ശ്യാമും ഉണ്ണിക്കണ്ണന്മാരും കൂടി. അപ്പം ഞങ്ങൾ 4 പേരും കൂടി ഒരുമിച്ചുള്ള ഒരു ഫസ്റ്റ് ട്രിപ്പാട്ടോ ഇത്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് കൊല്ലം ജില്ലയിലെ ജഡായു എർത്ത് സെൻറ്ററിലേക്കാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 2.5 hours ആണ് ഈ ഒരു ജഡായു എർത്ത് സെൻറ്ററിലേക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ 9 മണിയായപ്പോഴാണ് യാത്ര തിരിച്ചത്. അതുകൊണ്ട് തന്നെ കാര്യമായ ബ്ലോക്കൊന്നും ഇല്ലാത്തതിനാൽ ഞങ്ങളൊരു 11:30 ടൈമൊക്കെ ആയപ്പോഴേക്കും ഈ ഒരു ജഡായു എർത്ത് സെന്ററിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ദീപാവലിയുടെ ആ ഒരു അവധി ദിവസമായതിനാൽ അന്ന് നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നേരെ ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നു. അപ്പോൾ ടിക്കറ്റിന്റെ ഈ ഒരു റേറ്റ് എഴുതി വെച്ചപ്പോൾ ചെറുതായിട്ട് ഞങ്ങളൊന്ന് കിളി പോയായിരുന്നു. കാരണം ഈ ഒരു ജഡായു എർത്ത് സെന്ററിലേക്ക് നടന്നു പോകുന്നതിന് 325 രൂപയാണ് റേറ്റ് വരുന്നത്. ഇവിടെ കേബിൾ കാർ സർവീസ് ഉണ്ട്. കേബിൾ കാറിൻ്റെയും കൂടി ചേർത്ത് ഒരാൾക്ക് വരുന്ന റേറ്റ് 540 ആട്ടോ. ഇത് കൂടാതെ പാർക്കിംഗ് ചാർജും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇത്ര റേറ്റ് ഒക്കെ എന്നൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ടോട്ടൽ ഞങ്ങളുടെ കിളിയൊക്കെ പോയിട്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മൾ ഇതിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവാട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഇത്ര ഒരു എമൗണ്ട് കൊടുത്തിട്ട് കയറാനുള്ള ആ ഒരു ഇത് സംഭവം ഉണ്ടോ എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. എന്തായാലും ടിക്കറ്റ് എടുത്തതാണ്, ഇവിടെ വരെ വന്നതല്ലേ, അപ്പോൾ നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തന്നെ പോവാം. അപ്പോൾ ഇവിടെ വരുന്നവരെല്ലാവരും കേബിൾ കാർ സർവീസാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഉച്ചയായതിനാൽ നല്ല വെയിലായതുകൊണ്ട് ഈ ഒരു മലയുടെ മുകളിലേക്ക് നടന്ന് കയറാനായിട്ട് ഏകദേശം 826 സ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമുക്കൊന്നും പോസിബിൾ അല്ല. അപ്പോൾ നടന്ന് കയറുന്ന ചുരുക്കം 2-3 ആൾക്കാരെ മാത്രമാട്ടോ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്ന് കയറാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ നമുക്ക് കയറാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഈ ഒരു കേബിൾ കാർ സർവീസാണ് എടുത്തത് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ ഫുഡോ അതുപോലെ പുറത്തുനിന്നുള്ള ഒരു ഐറ്റംസും ഇതിനകത്തേക്ക് കയറില്ല കേട്ടോ. കറക്റ്റ് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള രീതിയിലുള്ള ചെക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. സെക്കൻഡ് ഫ്ലോറിലായിട്ടാണ് ഈ ഒരു കേബിൾ കാർ സർവീസിൻ്റെ ആ ഒരു എൻട്രി ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവാട്ടോ. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫുഡ് ഐറ്റംസ്, അതുപോലെ കുറേ ഗെയിംസിൻ്റെ സെക്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് ഫ്ലോറിൽ ഇതുപോലെ ക്യൂ നിന്നിട്ടാണ് ഈ ഒരു കേബിൾ കാറിലേക്ക് കയറുന്നത് കേട്ടോ. അപ്പോൾ ഒരു കേബിൾ കാറിൽ മാക്സിമം 8 പേരെയാണ് അവർ കയറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 4 കേബിൾ കാറിൻ്റെ സർവീസാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നേരം ക്യൂ നിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു കേബിൾ കാറിലേക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ മെക്കാനിസം ഒക്കെ നോക്കായിരുന്നു. ഈ ഒരു കേബിൾ കാറ് എവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇത് സ്ലോ ആക്കിയിട്ടാണ് ഇവിടെ ആളുകളെയൊക്കെ കയറ്റുന്നത് കേട്ടോ. ഈ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം കൂടുതൽ ആൾക്കാരും ഇത്രയും റേറ്റ് ആയിട്ട് പോലും ഈ ഒരു കേബിൾ കാർ സർവീസ് തന്നെ യൂസ് ചെയ്യുന്നത്. നടന്നു പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയും മലമ്പുഴ ഡാമിലുമാണ് ഈ ഒരു കേബിൾ കാർ സർവീസ് ഉള്ളതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളിതാ ഈ ഒരു കേബിൾ കാറിലേക്ക് കയറാൻ പോവാട്ടോ. ഒരു കേബിൾ കാറിൽ 8 പേരാണ് കയറുന്നത്. അപ്പോൾ ഇതുപോലെ 2 സൈഡും വെയിറ്റ് ഈക്വലായിട്ട് 4 പേര് വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ കേബിൾ കാറിലൊക്കെ കയറി ഇതിങ്ങനെ ഫസ്റ്റ് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. പിന്നെ കുറച്ചുകൂടി ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂടി വരും. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു, കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ അത് കുഴപ്പമില്ല, നമ്മുടെ സ്പീഡൊക്കെ കറക്റ്റായിട്ട് വന്ന് പിന്നെ അധികം ഡിസ്റ്റൻസ് ഒന്നുമില്ല. ആകെ 1 കിലോമീറ്റർ മാത്രമാണ് ഈ ഒരു മുകളിലേക്കുള്ള ഹൈറ്റ് കേട്ടോ. പക്ഷെ നടന്ന് കയറുമ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ഏകദേശം 826 സ്റ്റെപ്പ് കയറി നടക്കണം. അപ്പോൾ നല്ല എന്താ പറയുക, നല്ല വെയിലൊക്കെ ആണെങ്കിൽ നടക്കുന്ന കാര്യമൊക്കെ ഭയങ്കര കഷ്ടമാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ കാണാം കേട്ടോ. ഈ ഒരു ജഡായു പാറയുടെ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെ ഒരു ഹെലികോപ്റ്ററൊക്കെ ലാൻഡ് ചെയ്യുന്ന ഒരു പ്ലേസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു മുകളിൽ നിന്നിട്ടുള്ളൊരു വ്യൂ കേട്ടോ.
അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഇതാ ഇവിടെ എത്തി കേട്ടോ. അപ്പൊ മുകളിൽ നിന്നുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണിത്. നമുക്ക് ഈ ഒരു കേബിൾ കാറൊക്കെ വരുന്നതൊക്കെ കാണാൻ കഴിയും. അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയും കൂടാതെ ഈ ഒരു ജടായു പാറയുടെ മുഴുവൻ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണിത്. അപ്പോൾ ദാ ഈ കാണുന്നതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷി പ്രതിമയായിട്ടുള്ള ജടായു എർത്ത് സെന്ററിൽ. അപ്പോൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകനായിട്ടുള്ള രാജീവ് അഞ്ചലിന്റെ നേതൃത്വത്തിലാണ്. ഏകദേശം 200 അടി ഹൈറ്റിലാണ് ഈ ഒരു പ്രതിമ നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രതിമ നിർമ്മിച്ചതിന് പിന്നിൽ ജടായു രാവണ യുദ്ധം നടന്ന പാറ എന്നാണ് ഈ ഒരു ജടായു പാറയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറയിൽ വെച്ച് യുദ്ധം നടന്നപ്പോൾ ജടായുവിൻ്റെ ചിറകുകൾ അറ്റുപോയത് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടൊക്കെയാണ് ഈ ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കിയതൊക്കെയാണ് പറയപ്പെടുന്നത്. വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഈ ഒരു ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു കേബിൾ കാറിലൊക്കെ വന്നിട്ട് ഈ ഒരു വ്യൂ കാണുമ്പോൾ നമ്മൾ ശരിക്കും അതിശയപ്പെട്ടു പോകും. അത്രയും മനോഹരമായിട്ടാണ് ഈ ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ശില്പമൊക്കെ കാണാൻ വരുന്നവർക്കൊക്കെ വിശ്രമിക്കാനായിട്ടുള്ള വിശ്രമ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ ഡ്രിങ്ക്സൊക്കെ ഉള്ള ഷോപ്സൊക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വന്ന ടൈം എന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല വെയിലായിരുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ ഒരു ജടായു ശില്പമൊക്കെ കാണാനും ആസ്വദിക്കാനും കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ സമീപത്തായിട്ട് ഒരു ടെമ്പിൾ ഉണ്ട്. ഈ ഒരു ടെമ്പിളിനകത്ത് ശ്രീരാമന്റെ മുദ്ര പതിഞ്ഞ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് കൂടാതെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു മഴവെള്ള സംഭരണിയും നമുക്ക് കാണാനാവുന്നതാണ്. അപ്പൊ ഈ ഒരു ടെമ്പിളിന്റെ അകത്ത് കയറണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ കയറാവുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ടൈം രാവിലെ 9 to 5:30 വരെയാണ് ഈ ഒരു ടൈമൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ടെമ്പിളിന്റെ അകത്തൊക്കെ കയറിയിട്ട് ഇതാണ് ഈ ഒരു ടെമ്പിളിന്റെ ഒക്കെ ആ ഒരു എല്ലാ ആർക്കിടെക്ചറും വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടുത്തെ ആ ഒരു ടെമ്പിളായാലും ഈ ഒരു പ്രതിമയായാലും നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു മഴവെള്ള സംഭരണി ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ ശ്രീരാമന്റെ മുദ്ര പതിഞ്ഞ സ്ഥലങ്ങളെല്ലാം വരുന്നത് ഇവിടെയാണ്. അങ്ങനെ നമ്മൾ ഈ ഒരു ജടായു പാറയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങുവാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചും കേബിൾ കാറിന് തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ വൺ സൈഡായിട്ടും വേണമെങ്കിൽ നിങ്ങൾക്ക് കേബിൾ കാറൊക്കെ യൂസ് ചെയ്തിട്ട് ഇറങ്ങാവുന്നതാണ്. 2 സൈഡ് കേബിൾ കാറിനും ഈ ഒരു ജടായു പാറ എക്സ്പ്ലോർ ചെയ്യുന്നതിനും കൂടിയിട്ടുള്ള ചാർജാണ് 540 വരുന്നത്. നടന്നു കയറുകയാണെങ്കിൽ ഒരാൾക്ക് വരുന്ന ചാർജ് 325 ഈ ഒരു റേറ്റിന് ഇത് വെർത്താണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.